So in the last video, we discussed Jonathan Dolimo's reply to Catherine Belsey regarding the criticisms she raised against cultural materialism, and there he gave his idea on representations, and he views that representation is actually the technique used by those who are in power to control the subjects by making them the other. Okay. Now he is going to explain about Foucault and the resistance. And Michel Foucault is one of the very important theorists, a French theorist, who studied about the others in society, other being people who are considered to be perverts, people who do not lead a normal life, or people who do not follow the social norms and rules. Okay, Foucault and resistance. Catherine Belsey's aim is to move English towards cultural history, that which could refuse nothing and include all signifying practice as its domain. Resistance is excluded. Catherine Belsey reads Foucault as one providing a history of resistance, of ballotmongers, fools, criminals, deviants, and suicides who heroically repudiate the possessions that power produces for them. Catherine Belseyക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഹിസ്റ്ററി മാത്രം മതി, സൊസൈറ്റിയിൽ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഒരു രേഖപ്പെടുത്തലുകൾ മാത്രം മതി. ഭ്രാന്തന്മാർ കുറെ ഉണ്ടായിരുന്നു, സൂയിസൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു, ചുമ്മാ പാട്ടുപാടി നടക്കുന്ന ആളുകളുണ്ടായിരുന്നു, ഡീവിയൻ സൊസൈറ്റിയിൽ നിന്ന് വഴിമാറി അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്ന ആളുകള്, ഭ്രാന്തന്മാര്, അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. പക്ഷെ ഇത്തരം ആളുകൾ എന്തിനെയാണ് റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയത്? What were their technique of resisting the social norms or the resisting the social setup? അതിന് അവരുടെ ഒരു റെസിസ്റ്റൻസ് രേഖപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് കാതറിൻ ബെൽസിക്ക് വലിയ അഭിപ്രായം ഇല്ല എന്നാണ് ജോണാഥൻ ഡോളിമോർ പറയുന്നത്. ഓക്കെ. JD and Alan Senfield questions Catherine Belsey's simplistic and moralized alternatives, either nihilistic or affirmative. Simplistic attitude ആണ് കാതറിൻ ബെൽസിക്ക് ഉള്ളതെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഒന്നെങ്കിലും എന്താണ് നിഹിലിസ്റ്റിക് ആണ്, എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യുക, ഇവരൊന്നും വേണ്ട, അങ്ങനെ ഒരു സൊസൈറ്റി. അല്ലെങ്കിൽ അഫർമേറ്റീവ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോവുക, അല്ലാതെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്, അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല, അതിനകത്തൊരു രാഷ്ട്രീയമില്ല, ഒരു അരാഷ്ട്രീയവാദമാണ് കാതറിൻ ബെൽസി ഉയർത്തി കാണിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. They feel that we need to attend more carefully to actual histories of insubordination. ഇവര് പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴും ഒരു സബോർഡിനേഷൻ, ഇവരെ കീഴ്പ്പെടുത്താൻ നടത്തിയ ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന രീതി എങ്ങനെയാണ്? ഈ ചരിത്രത്തിൽ നമ്മളിപ്പോ റിവോൾട്ട് ഓഫ് 1857 നമുക്ക് ഇന്ത്യക്ക് എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മൾ പറയുക. പക്ഷെ സായിപ്പന്മാർക്ക് അത് റിവോൾട്ട് ഓഫ് 1857 ആണ്. അപ്പൊ അവരതിനെന്താ ചെയ്യുക? ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു സബോർഡിനേഷൻ ആയിട്ടാണ് അതിനെ കാണുന്നുള്ളൂ. വളരെയധികം ഒരു വലിയ സംഭവമൊന്നും ആയിരുന്നില്ല എന്നാണ് മറ്റുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിവോൾട്ട് ഓഫ് 1857 വളരെ വലിയൊരു ഇവന്റ് ആണ്, നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിന് നമ്മൾ ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. We need to recover those histories by using history to read theory as well as vice versa. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിയറി വായിക്കുന്നതിനൊപ്പം തന്നെ we need to read history, ചരിത്രവും വായിക്കേണ്ടത് അത്യാവശ്യമാണ്. തിയറി വായിക്കുമ്പോൾ ചരിത്രം വായിക്കണം, ചരിത്രം വായിക്കുമ്പോൾ തിയറിയും വായിക്കേണ്ടത് അത്യാവശ്യമാണ്. Then only we will be able to understand the nuances that went into the representations that produced such writers. Okay. It has become a trend among critics to accuse new historicism of fatalism by insisting that there are always spaces and contradictions for resistance. അപ്പൊ ആളുകളുടെ ഒരു ട്രെൻഡാണ് ന്യൂ ക്രിട്ടിക് ഹിസ്റ്റോറിസിസത്തിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അവർ പറയും അവർ വളരെ ഫേറ്റലിസ്റ്റിക് ആണ്, എല്ലാവരുടെയും വിധി ഇതായിരുന്നു എന്ന് പറഞ്ഞ് പോകുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ എന്ത് സംഭവിച്ചാലും അതിനകത്തെല്ലാം റെസിസ്റ്റൻസിനും കോൺട്രഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. ഇപ്പൊ അമ്മയെ തല്ലിയാൽ രണ്ട് പക്ഷം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ കോൺട്രഡിക്ഷൻസിനും റെസിസ്റ്റൻസിനും സ്കോപ്പ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരത് ജനറലൈസ് ചെയ്ത് കളയുന്നു. Dolimour and Alan Senfield assert that new historicism remarked the cause of subversion. Subversion ആണ് എപ്പോഴും ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ കാണുന്നത്. നമ്മള് നായകന്മാരായിട്ട് നിന്നവരുടെ ഭാഗത്തു നിന്ന് കഥകൾ വായിക്കാതെ അതിലെ വില്ലന്മാരുടെയോ അല്ലെങ്കിൽ അപ്രധാന കഥാപാത്രങ്ങളുടെയോ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു സാഹചര്യത്തെ വിലയിരുത്താൻ നോക്കാനുള്ള ശ്രമങ്ങളാണ് ന്യൂ ഹിസ്റ്റോറിസിസം നടത്തുന്നത്.
It is too easy to appropriate the resistance of others for optimistic theoretical narratives while leaving behind the fuller histories that would complicate those narratives. അപ്പോൾ നമുക്ക് എന്താണ് വളരെ ഈസിയാണ് എന്താണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഫൂൾസും ഡീവിയൻസും അവരുടെ എല്ലാം ഹിസ്റ്ററി ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ മുകളിലുള്ള പവറിലുള്ളവരുടെയോ അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള ആളുകളുടെയോ ചരിത്രം മാത്രം നറേറ്റീവ്സ് മാത്രം വായിച്ചു പോകുന്നത് എളുപ്പമാണ്. പക്ഷെ അതേസമയം ഈ താഴെക്കിടയിലുള്ളവരുടെ നറേറ്റീവ്സും കൂടെ വായിച്ചു കഴിയുമ്പോൾ എന്താണ് സിറ്റുവേഷൻ ബിക്കം കോംപ്ലിക്കേറ്റഡ്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത്തരം ഹിസ്റ്ററീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മൾ ഈ പറയുന്ന കഥകൾ ഇങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ അത് വളരെ ശരിയായിട്ടുള്ള രീതി അല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അതായത് ഇപ്പൊ ടെമ്പസ്റ്റ് തന്നെ എക്സാമ്പിൾ ആണ്. ടെമ്പസ്റ്റ് നമുക്ക് പോസ്റ്റ് കൊളോണിയലിസത്തിനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടും നമ്മൾ അതിനകത്ത് എന്താണ് പ്രോസ്പെറോയെ കുറിച്ചും മിറാണ്ടയെ കുറിച്ചും മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ, അവിടുത്തെ ഡോമിനന്റ് ആയിട്ടുള്ള നായക കഥാപാത്രങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ അത്തരം ലിറ്റററി തിയറീസ് അപ്രസക്തമാണെന്നാണ് ഡോളിമോറും സിൻഫീൽഡും പറയുന്നത്. Dollimore and Ellen Sinfield assert that they distinguish between the mainly bankrupt essentialism and other more radical and enabling forms by attending also to their limitations. ബാങ്ക്രപ്റ്റ് എസെൻഷ്യലിസം എന്ന് പറഞ്ഞാൽ എസെൻഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ മാനും വുമണും പറയുമ്പോൾ മാൻ എന്താണ്? ഒരു മാൻലിനെസ് എന്ന് പറയുന്ന ഒരു എസെൻസ് ഉണ്ട്. വുമൺ എന്താണ്? വുമൺലിനെസ് എന്ന് പറയുന്ന എസെൻസ് ഉണ്ട്. അപ്പൊ ഇത്തരം എസെൻസസിലൊന്നും അവര് വിശ്വസിക്കുന്നില്ല. ലിമിറ്റേഷൻസിലൊക്കെയാണ് ഇവരുടെ ശ്രദ്ധ പോകുന്നത്. Their focus is to learn from those histories much about the social dynamics of both domination, liberation and deviation. എന്തൊക്കെയാണ് ഈ ഡോമിനേഷന് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ എന്തായിരുന്നു, ലിബറേഷൻ ഫ്രീഡം കൊടുത്ത സാഹചര്യം എന്തായിരുന്നു, ഡീവിയേഷൻ വഴിമാറി നടക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് എന്തായിരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്ന അതിന്റെ ചരിത്രങ്ങൾ തേടിപ്പോകുന്നു. Foucault's study of the histories of domination and subordination led to a more severe analysis of the relationship between the two than is suggested by Catherine Belsi. Catherine Belsi പറയുന്നത് പോലെ ഡോമിനേഷനും സബോർഡിനേഷനും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റീസിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വെറുതെ ലൈറ്റ് ആയിട്ട് എഴുതി തള്ളാവുന്ന രീതിയിലുള്ള ഒരു ഡോമിനേഷൻ സബോർഡിനേഷൻ പ്രിൻസിപ്പിൾ അല്ല നമുക്ക് ഫൂക്കോയുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഫൂക്കോയാണ് നമ്മൾ മെന്റൽ അസൈലംസിനെ കുറിച്ചൊക്കെ വളരെ നല്ലൊരു മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ എല്ലാം എങ്ങനെയാണ് ഈ ആളുകൾ മാഡായിട്ട് ചിത്രീകരിക്കാനായിട്ട് എന്താണ് എങ്ങനെയുള്ള ആളുകളെയാണ് മാഡ് എന്ന് വിളിക്കുന്നത്, അപ്പൊ അവർ ശരിക്കും മാഡായിരുന്നു, അല്ലെങ്കിൽ ഈ മാഡ്നസ് ഉള്ളവരെ എങ്ങനെയുള്ള സ്ഥലത്ത് പാർപ്പിക്കണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ പ്രിസൺ വരുന്ന എന്തെങ്കിലുമൊക്കെയാണ് ഡീവിയൻ ബിഹേവിയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അതല്ലേ ഇപ്പോഴും നമ്മൾ പറയാറില്ലേ, ചില ആളുകൾ നക്സലിറ്റിന് മുദ്ര കുത്തുന്നു, അപ്പൊ അതൊരു കഴിഞ്ഞപ്പോ അവര് ഡീവിയന്റ് ആയിട്ട് ചിത്രീകരിക്കുകയാണ്. പക്ഷെ അവർ ശരിക്കും നക്സലിറ്റുകളല്ല, വേറെ നല്ല രീതിക്ക് വേണ്ടി നടക്കുന്നവരും ആയിരിക്കാം. പക്ഷെ കാതറിൻ ബെൽസി ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. A complex and revealing dialectic between the dominant and the deviant emerges from histories of homosexual representation, especially from the homosexual appropriations of nature and essence. ഫൂക്കോയുടെ ഒരു ഫോക്കസ് തന്നെ ഈ പറയുന്ന സെയിം സെക്സ് കാറ്റഗറീസിനെ കുറിച്ചായിരുന്നു. ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു അവരെ ഡീവിയന്റ് ആയിട്ട് കാണുന്നത് ഇപ്പൊ നമ്മൾ തേർഡ് ജെൻഡർ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് നമ്മളിപ്പോ അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഫൂക്കോ അത് അന്നേ തിരിച്ചറിഞ്ഞു, പക്ഷെ അത് എഴുതുമ്പോൾ പോലും അത് പറയുമ്പോൾ അതെന്താണ് അതൊരു ഡീവിയന്റ് പെർവേർഷൻ ആയിട്ടൊക്കെയാണ് സൊസൈറ്റീസ് കാണുന്നത്. അപ്പൊ അവർ എഴുതുന്ന കഥകൾ ഇപ്പൊ നിങ്ങൾക്ക് അഫ്രാബെന്നിന്റെ ഫെയർ ക്ലാരൻഡ അത് വായിച്ചില്ലായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു ലവ് എന്ന് പറയുന്ന ഒരു ആശയത്തെ എങ്ങനെയാണ് അവർ മുന്നോട്ട് കണ്ടുകൊണ്ടിരുന്നത്. അന്നേ ആ കവിതകളുണ്ട്, പക്ഷെ ആ കവിത അന്നൊരു ഡീവിയന്റ് പോയമായിട്ട് കാണുന്നു, പക്ഷെ ഇന്ന് അതൊരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ഈ ഹോമോസെക്ഷൽ അപ്രോപ്രിയേഷൻസ് ഓഫ് നേച്ചർ ആൻഡ് എസൻസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ഒന്നെങ്കിൽ വുമണ് മാനിനെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എസൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആ എസൻസ് തെറ്റാണ്. മറിച്ച് നേച്ചറിന് ഒരു രീതിയുണ്ട്, എന്താണ് അല്ല ഈ ഹോമോസെക്ഷുവൽസും ബൈസെക്ഷുവാലിറ്റി എല്ലാം പോസിബിൾ ആണെന്ന് നേച്ചർ തീരുമാനിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ചിലത് നേച്ചർ ആണെന്നും എസൻസ് ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് കാര്യങ്ങള് ഇല്ല. അല്ലാതെ ആ ഹിസ്റ്ററീസിന്റെ ആ റെപ്രസെന്റേഷൻ നമ്മൾ കണക്കിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ടെന്നാണ് ഇവര് പറയുന്നത്. നെക്സ്റ്റ് is telling the truth. Catherine Belsi shows that a main aim of theory is to deconstruct metaphysical truth claims which in practice have been violently repressive. തിയറിയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? മെറ്റാഫിസിക്കൽ ട്രൂത്ത്, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള ട്രൂത്തിനെ നമ്മളൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യണം, അങ്ങനെയല്ല എന്ന് പറയുക എന്നുള്ളതാണ് കാതറിൻ ബെൽസിയുടെ വാദം. ദാറ്റ് ക്യാൻ ബി എ വയലന്റ്ലി റിപ്രസീവ് പ്രൊസീജിയർ. എല്ലാ ട്രൂത്തിനെയും നമ്മളിങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് possible. Dollimore and Sinfield argue that
Catherine-Belsey's position as a space between or removed from absolute truth on the one hand and extreme relativism and non-subjectivism on the other hand. ഈ പറയുന്ന deconstructing metaphysical truth എന്ന് പറയുന്ന അപ്രോച്ച് അതെന്താണ്, അതൊരു വളരെ absolute truth നിന്ന് മാറി നിൽക്കുന്ന ഒരു അപ്രോച്ചുമാണ്. പിന്നെ അതോടൊപ്പം എക്സ്ട്രീം റിലേറ്റിവിസം ആണ്. കാതറിൻ-ബെൽസിക്ക് ഏതാണോ താല്പര്യം അതിനെ റിലേറ്റീവ് ആയിട്ട് വായിക്കും, അല്ലെങ്കിൽ വളരെ സബ്ജക്റ്റീവ് എലിമെന്റ് ഇത്തരം അപ്രോച്ചസിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. Defining that space is a main problem of Western philosophy for the last few centuries. ഈ absolute truth എന്താണ്, metaphysical truth എന്താണ്, ഇതിന്റെ ഒരു സ്പേസ് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നതാണ് ഇപ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രോബ്ലം. Dollimore and Senfield quote S.P. Mohanty, who remarked that the celebration of difference and heterogeneity differences and the assertion of plurality as opposed to reductive unities has become a new orthodoxy. We should search for a conception of agency as a basic capacity. We need to understand the divide between us and them, and it is this common space we all share that needs to be elaborated and defined. ഈ എസ്സേയില് മിസ്സിന് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ലൈൻ ഇതാണ്. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ദളിതനെ കുറിച്ച് പറയുന്നു. അപ്പൊ ദളിതനെ കുറിച്ച് പറയുമ്പോ ഞാൻ ദളിതനെ കുറിച്ച് പറയുമ്പോ ഞാൻ ദളിതല്ല, പക്ഷെ ഞാൻ ദളിതല്ല. ദളിതനെ കുറിച്ച് പറയുമ്പോ ദളിതനെ കുറിച്ച് പറയണം, അപ്പൊ ഞാൻ ദളിതല്ല, പക്ഷെ ഞാൻ ദളിതിന്റെ അപ്പുറം നിൽക്കുക, ദളിതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിട്ട് പറയണം, നോക്ക് ദളിതിന്റെ അവസ്ഥ എത്ര മോശമാണ്, നമ്മുടെ പോലെയൊന്നും അല്ല അവർ ജീവിക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായി, ഞാൻ എന്ന് പറയുന്ന അസ്, നമ്മള് ദളിതരല്ലാത്തൊരു വിഭാഗവും ദളിത് എന്ന് പറയുന്നത് ദം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും. ക്ലിയർ ആയില്ലേ? അപ്പൊ ബേസിക്കലി എന്താണ്, എന്റെ മനസ്സിൽ ഞാൻ വേറെ ദളിത് വേറെ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പേസ് മാറ്റണം എന്നാണ് ആര് പറയുന്നത്, മോഹന്തി പറയുന്നത്. Who remarked that the celebration of difference and heterogeneity and the assertion of plurality as opposed to reductive unities has become a new orthodoxy. അതാണ് ഈ സെലിബ്രേഷൻ ഓഫ് ഡിഫറൻസ് ആണ്. ഓക്കെ, ഫീമെയിൽ ആണ്, വുമൺ ആണ്, വുമൺ പവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ബ്ലാക്ക് ആണ്, ബ്ലാക്ക് പവർ ആണ്, ദളിത് യുണൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഹോമോസെക്ഷുവാലിറ്റി, അതിനൊക്കെ ഹോമോസെക്ഷുവൽസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും എന്താണ്, നമ്മൾ വേറെ അവര് വേറെ, ഓക്കെ അവരെ നമ്മൾ ബഹുമാനിക്കുന്നു മാനിക്കുന്നു അതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് റെഡി ടു ഇൻക്ലൂഡ് ourselves as a part of them. ആ സംസാരത്തിൽ ഒരിക്കലും അത് വരുന്നില്ല. ഈ സ്വഭാവം അതൊരു പുതിയ തരത്തിലുള്ള ഒരു ഓർത്തഡോക്സി ആണ് എന്നാണ് പറയുന്നത്. സപ്പോസ് ടു റിഡക്റ്റീവ് യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ദളിതിന് തമ്മിലുള്ള യൂണിറ്റി, അല്ലാതെ ദളിതനും നോൺ ദളിതനും തമ്മിലുള്ള ഒരു യൂണിറ്റിയെ കുറിച്ച് അവിടെ സംസാരം ഒരിക്കലും സംഭവിക്കുന്നില്ല. വി ഷുഡ് സെർച്ച് ഫോർ എ കൺസെപ്ഷൻ ഓഫ് ഏജൻസി ആസ് എ ബേസിക് കപ്പാസിറ്റി. ഏജൻസി എന്ന് പറയുന്നത് കാര്യങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി. ഇപ്പൊ ഒരു ദളിതന് സ്വയമേ ഡിസിഷൻ എടുത്ത് ഓക്കെ എനിക്ക് ജോലിക്ക് പോകണം എന്ന് ആ ദളിതന് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അതിനെ വേണം നമ്മൾ ഒരു ബേസിക് കപ്പാസിറ്റി ആയിട്ട് കണക്കാക്കാൻ. സ്ത്രീകൾക്കും ഏജൻസി വേണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിവൈഡ് ബിറ്റ്വീൻ us and them, and it is this common space we all share that needs to be elaborated and defined. ഈ കോമൺ സ്പേസ് ആണ്. അസും തെമ്മും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ആ അസിന്റെയും തെമ്മിന്റെ ഇടയ്ക്കുള്ള അകലം മാറ്റിയിട്ട് വേർ ലൈസ് ദാറ്റ് കോമൺ സ്പേസ്, നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ സ്പേസ് ഉണ്ട്. ആ കോമൺ സ്പേസിനെയാണ് നമ്മൾ ഇലാബറേറ്റ് ചെയ്യേണ്ടതും ഡിഫൈൻ ചെയ്യേണ്ടതും. മനസ്സിലായില്ല? അല്ലാതെ ഞാനും ദളിതനും തമ്മിലുള്ള ആ ദൂരത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്, മറിച്ച് നമ്മൾ തമ്മിൽ എത്രത്തോളം അടുത്ത് വരുന്നോ അടുത്ത് വരുന്നതിന്റെ ആ സ്പേസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പ്ലെയിൻ